ഡിയർ ഫ്രണ്ട്സ്, ഞാൻ മോദപ്രസാദ്. എൻ്റെ ജ്വല്ലറി സെയിൽസ് ട്രെയിനിങ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ് ക്രോസ് സെല്ലിംഗ്. വാട്ട് ഈസ് ക്രോസ് സെല്ലിംഗ്? ക്രോസ് സെല്ലിംഗ് is the action or practice of selling an additional product or service to an existing customer. ക്രോസ് സെല്ലിംഗ് രണ്ട് എക്സാമ്പിൾ മൂലം വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നാമത്, നമ്മുടെ ജ്വല്ലറി സ്റ്റോറിൽ ഒരു കസ്റ്റമർ വന്ന് ചെയിൻ വാങ്ങിക്കുന്നു. ആ കസ്റ്റമർക്ക് നമ്മൾ അതിൻ്റെ കൂടെ ഒരു ലോക്കറ്റ്, അതായത് പെൻഡൻറ്റ്, അതിൻ്റെ മാച്ചിങ് പെൻഡൻറ്റ് കൂടെ സെയിൽസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് നമ്മുടെ റവന്യൂ ഇൻക്രീസ് ആവുന്നു. അതിനെയാണ് ക്രോസ് സെല്ലിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു നെക്ലസ് കസ്റ്റമർ വാങ്ങിക്കുമ്പോൾ നെക്ലസും ഇയറിംഗ് വാങ്ങിക്കുന്നു, നമ്മൾ അതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള ബ്രേസ്ലെറ്റും കൂടെ വിൽക്കുന്നു. അങ്ങനെ നമ്മുടെ റവന്യൂ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് ക്രോസ് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇതിലും ലളിതമായിട്ട് ഞാൻ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോകുന്നു. റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഗീ റോസ്റ്റ് ഓർഡർ ചെയ്യുന്നു. സാധാരണ ഗീ റോസ്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ റെസ്റ്റോറൻറ്റിൽ നമ്മൾ ആ ഗീ റോസ്റ്റിൻ്റെ കൂടെ നമുക്കൊരു വട കൂടെ അവർ കൊണ്ടുവന്ന് തരുന്നുണ്ട്. ഈ വട 80% കസ്റ്റമേഴ്സും വേണ്ടെന്ന് പറയുന്നില്ല. ഒരു 20% ഓഫ് കസ്റ്റമേഴ്സ് വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്ന് ഒരു 80% നമ്മൾക്ക് ക്രോസ് സെല്ലിങ് ചെയ്യാൻ പറ്റി. ഇതേപോലെ നമ്മൾ ക്രോസ് സെല്ലിങ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റവന്യൂ ഇംപ്രൂവ് ആവും. അങ്ങനെ നമ്മുടെ സെയിൽസ് വർദ്ധിപ്പിക്കാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ്.